നമ്മൾ ദിവസം രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെ എത്ര തവണ ഫോൺ എടുത്ത് UPI ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? രാവിലെ കുടിക്കുന്ന ഒരു 10 രൂപയുടെ ചായ മുതൽ വഴിയോര കച്ചവടക്കാരിൽ നിന്ന് വാങ്ങുന്ന പച്ചക്കറിക്കും വലിയ സൂപ്പർ മാർക്കറ്റിലെ സാധനങ്ങൾക്കും ഒടുവിൽ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുന്ന പണത്തിന് വരെ നമ്മൾ ഇന്ന് GPayയോ ഫോൺ പേയോ ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. കയ്യിൽ പേപ്പർ കറൻസിയോ പേഴ്സോ ഇല്ലെങ്കിലും ഫോൺ ഉണ്ടെങ്കിൽ ജീവിതം മുൻപോട്ട് പോകും എന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറിയിട്ട് കുറച്ചു കാലമായി. ഒരു പൈസ പോലും അധിക സർവീസ് ചാർജ് ഇല്ലാതെ ബാങ്കിൽ കയറി ഇറങ്ങാതെ പണം കൈമാറാം എന്നതായിരുന്നു ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്നാൽ കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ സോഷ്യൽ മീഡിയയിലും ന്യൂസ് ചാനലുകളിലും ഒരു വാർത്ത വലിയ തോതിൽ പ്രചരിക്കുന്നുണ്ട്. UPI ഇനി ഫ്രീ അല്ല, 2000 രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾക്ക് ഫീസ് ഏർപ്പെടുത്താൻ പോകുന്നു. ഇത് കേട്ട് ഞെട്ടിയവരും ആശങ്കയിലായവരും നിരവധിയാണ്. ശരിക്കും എന്താണ് ഇതിൻ്റെ വസ്തുത? കേന്ദ്ര സർക്കാർ പെട്ടെന്ന് ഇങ്ങനെയൊരു നീക്കം നടത്താൻ കാരണം എന്താണ്? ഇതിന് പിന്നിലെ സാമ്പത്തിക ബിസിനസ് തന്ത്രങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. ആദ്യമായി പ്രചരിക്കുന്ന വാർത്തകളുടെ യഥാർത്ഥ വസ്തുത എന്താണെന്ന് നോക്കാം. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് ആക്ടിൽ വരുത്താൻ ഉദ്ദേശിക്കുന്ന ഒരു നിയമ ഭേദഗതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. വാർത്തകളിൽ പറയുന്നതനുസരിച്ച് നമ്മൾ സാധാരണക്കാർ പരസ്പരം അയക്കുന്ന പേഴ്സണൽ ഇടപാടുകൾക്കൊന്നും ഉടൻ തന്നെ ഫീസ് വരും എന്നല്ല ഇതിനർത്ഥം. പകരം വാർഷിക വിറ്റുവരവ് 1.5 കോടി രൂപയ്ക്ക് മുകളിലുള്ള വൻകിട വ്യാപാരികളിൽ നിന്ന് 2000 രൂപയ്ക്ക് മുകളിലുള്ള UPI ഇടപാടുകൾക്ക് ഒരു നിശ്ചിത ഫീസ് ഈടാക്കാനുള്ള ഒരു നിയമപരമായ ചട്ടക്കൂട് ഉണ്ടാക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. അതും നാളെ രാവിലെ മുതൽ നടപ്പിലാകുന്ന ഒന്നല്ല. ഭാവിയിൽ ആവശ്യമെങ്കിൽ ഇത്തരം ഫീസുകൾ ഈടാക്കാൻ ബാങ്കുകൾക്കും ആപ്പുകൾക്കും അധികാരം നൽകുന്ന ഒരു മുന്നൊരുക്കം മാത്രമാണ്. കേൾക്കുമ്പോൾ നമുക്ക് തോന്നാം ഇതിപ്പോൾ 1.5 കോടി വിറ്റുവരവുള്ള വലിയ വ്യാപാരികളെയും 2000 രൂപയ്ക്ക് മുകളിലുള്ള ട്രാൻസാക്ഷനുകളെയും അല്ലേ ബാധിക്കൂ. നമ്മൾ സാധാരണക്കാർ ചെറിയ തുകയല്ലേ അയക്കുന്നത്, അതുകൊണ്ട് നമ്മളെ ബാധിക്കില്ലല്ലോ എന്നൊക്കെ. എന്നാൽ കാര്യങ്ങൾ അവിടെ മാത്രം ഒതുങ്ങി നിൽക്കുമെന്ന് കരുതുന്നത് ശുദ്ധ അബദ്ധമാണ്. എന്തുകൊണ്ടാണ് ഈ സർവീസ് പ്രൊവൈഡർമാർ അല്ലെങ്കിൽ ബാങ്കുകൾ ഫീസ് വേണമെന്നാവശ്യപ്പെടുന്നത്? നമുക്കറിയാം, ഫോൺ പേ, ഗൂഗിൾ പേ, ഈസി പേ, സൂപ്പർ മണി പോലെയുള്ള ആപ്പുകളെല്ലാം സ്വകാര്യ കമ്പനികളാണ്. അവർ ഈ പ്ലാറ്റ്ഫോം പ്രവർത്തിപ്പിക്കാൻ വലിയ തുക മൂലധനമായി മുടക്കുന്നുണ്ട്. എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ MDR നയം കാരണം ഇത്രയും വലിയ ഡിജിറ്റൽ വിപ്ലവം നടന്നിട്ടും ഈ കമ്പനികൾക്കൊന്നും അതിൽ നിന്ന് നേരിട്ട് വരുമാനമോ ലാഭമോ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. പല കമ്പനികളും വലിയ നഷ്ടത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് കൂടുതൽ മൂലധനം സമാഹരിക്കാനും പ്ലാറ്റ്ഫോം ലാഭകരമാക്കാനും വ്യാപാരികളിൽ നിന്ന് ഫീസ് ഈടാക്കാൻ അനുവദിക്കണം എന്നവർ കാലങ്ങളായി സർക്കാരിനോട് ആവശ്യപ്പെടുന്നുണ്ട്. ഈ തുക ഈടാക്കിയാൽ ബാങ്കുകളും ഈ പേയ്മെന്റ് കമ്പനികളും തമ്മിൽ അത് വീതിച്ചെടുക്കുകയാണ് ചെയ്യുക. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഈ നീക്കം എങ്ങോട്ടാണ് നമ്മളെ നയിക്കുന്നത്? ഒരു മുതലാളിത്ത ബിസിനസ് മോഡൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ ഇതിലും വലിയ ഉദാഹരണം വേറെയില്ല. അതിനൊരു മികച്ച ഉദാഹരണമാണ് നമ്മൾ കണ്ട ടെലികോം രംഗത്തെ ജിയോയുടെ കടന്നുവരവ്. തുടക്കത്തിൽ തികച്ചും സൗജന്യമായി ആളുകളെ ഞെട്ടിക്കുന്ന ഓഫറുകൾ നൽകി ജിയോ എല്ലാവരെയും അവരുടെ നെറ്റ്വർക്കിലേക്ക് ആകർഷിച്ചു. നമ്മളെല്ലാം ഡാറ്റ ഉപയോഗിക്കാൻ ശീലിപ്പിച്ചു. മറ്റ് ചെറുതും വലുതുമായ BSNL അടക്കമുള്ള കമ്പനികളെല്ലാം വിപണിയിൽ നിന്ന് പിന്നോട്ട് പോവുകയോ പൂട്ടുകയോ ചെയ്തു. ഒടുവിൽ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും മൊബൈൽ ഡാറ്റയെ പൂർണ്ണമായും ആശ്രയിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചേർന്നപ്പോൾ അവർ മെല്ലെ നിരക്കുകൾ കൂട്ടി തുടങ്ങി. ഇപ്പോൾ 3 മാസം കൂടുമ്പോൾ താരിഫ് വർദ്ധിപ്പിക്കുമ്പോഴും വേറെ വഴിയില്ലാത്തത് കൊണ്ട് നമ്മൾ അത് അടയ്ക്കാൻ നിർബന്ധിതരാകുന്നു. അതേ അടവ് തന്നെയാണ് UPIയുടെ കാര്യത്തിലും സംഭവിക്കുന്നത്. 2016 നോട്ട് നിരോധന കാലം തൊട്ട് കേന്ദ്ര ഗവൺമെന്റും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡിജിറ്റൽ മണിയുടെ പ്രധാന വക്താക്കളായി മാറി. പേപ്പർ കറൻസികൾ ഒഴിവാക്കുക, ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുക എന്നത് സർക്കാരിൻ്റെ നയമായിരുന്നു. അത് വളരെ വേഗം വിജയിക്കുകയും ചെയ്തു. ലോകത്ത് മറ്റൊരു രാജ്യത്തും കാണാത്ത വിധം വലിയ വളർച്ചയാണ് ഇന്ത്യയിൽ UPI കൈവരിച്ചത്. കണക്കുകൾ പരിശോധിച്ചാൽ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ മാത്രം ഏതാണ്ട് 30 ലക്ഷം കോടി രൂപയുടെ UPI ട്രാൻസാക്ഷനുകളാണ് ഇന്ത്യയിൽ നടന്നത്. ട്രാൻസാക്ഷനുകളുടെ എണ്ണം എടുത്താൽ ഏതാണ്ട് 2360 കോടി എണ്ണം വരും. 10 രൂപയ്ക്കും
2 രൂപയ്ക്കും വരെ ജിപേ ചെയ്യുന്ന തരത്തിലേക്ക് ഇന്ത്യൻ ജനത മാറി. ആളുകൾ ബാങ്കിൽ പോകുന്നതും പേഴ്സിൽ കാശ് സൂക്ഷിക്കുന്നതും നിർത്തി പൂർണ്ണമായും ഈ സിസ്റ്റത്തെ ആശ്രയിക്കാൻ തുടങ്ങി. ഇനിയിപ്പോൾ ജനങ്ങൾക്ക് ഇതിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല എന്ന ഘട്ടമെത്തുമ്പോൾ ഇതിനെ ചാർജബിൾ ആക്കുക എന്നത് ഈ കമ്പനികളുടെയും സർക്കാരിൻ്റെയും അടുത്ത ഘട്ടമാണ്. ഇനി സർക്കാർ പറയുന്നത് പോലെ വ്യാപാരികളിൽ നിന്നാണ് ഫീസ് ഈടാക്കുന്നതെങ്കിൽ പോലും അതിൻ്റെ യഥാർത്ഥ ഭാരം ആരുടെ തലയിലാണ് വരാൻ പോകുന്നത്? ഏതെങ്കിലും ഒരു വ്യാപാരി അയാൾക്ക് വരുന്ന അധിക ചെലവ് സ്വന്തം പോക്കറ്റിൽ നിന്നെടുത്ത് കൊടുക്കുമോ? ഒരിക്കലുമില്ല. ഏതൊരു വ്യാപാരിയും അല്ലെങ്കിൽ ഇൻവെസ്റ്ററും അവർക്കുണ്ടാകുന്ന അധിക ചെലവുകൾ ഉൽപ്പന്നങ്ങളുടെയോ സേവനങ്ങളുടെയോ വില കൂട്ടി ഉപഭോക്താവിൻ്റെ തലയിൽ വെച്ച് കെട്ടും. ഒരു സ്വകാര്യ ആശുപത്രിയിൽ നേഴ്സുമാരുടെ ശമ്പളം കൂട്ടുമ്പോൾ അവിടെ വരുന്ന മുഴുവൻ രോഗികളുടെയും OP ടിക്കറ്റിൻ്റെയും പരിശോധനകളുടെയും നിരക്ക് കുത്തനെ കൂട്ടുന്നത് നമ്മൾ കാണാറില്ലേ? അതേ തത്വം തന്നെയാണ് ഇവിടെയും സംഭവിക്കുക. വ്യാപാരി അടയ്ക്കുന്ന ഫീസ് ഇൻഡയറക്റ്റ് ആയി നമ്മൾ വാങ്ങുന്ന സാധനങ്ങളുടെ വിലയിലൂടെ നമ്മുടെ പോക്കറ്റിൽ നിന്ന് തന്നെ ചോരും. അതുപോലെ തന്നെ ഇപ്പോൾ 1.5 കോടി വിറ്റുവരവുള്ള വലിയ വ്യാപാരികൾക്ക് അല്ലെങ്കിൽ 2000 രൂപയ്ക്ക് മുകളിലുള്ള ട്രാൻസാക്ഷന് എന്ന് പറയുന്ന പരിധികൾ ഭാവിയിൽ മെല്ലെ മെല്ലെ മാഞ്ഞു പോകും. തുടക്കത്തിൽ ചെറിയ പരീക്ഷണമായി തുടങ്ങുന്ന ഈ ഫീസ് കാലക്രമേണ മുഴുവൻ ആളുകളിലേക്കും എല്ലാത്തരം ചെറിയ ഇടപാടുകളിലേക്കും ബാധകമാകും എന്ന കാര്യത്തിൽ ഒട്ടും സംശയം വേണ്ട. കാരണം പൗരന്മാരുടെ മേൽ അധിക ഭാരം അടിച്ചേൽപ്പിക്കുമ്പോൾ സർക്കാരിന് യാതൊരു ധാർമ്മികതയോ ദയയോ ഉണ്ടാകാറില്ല. ഉദാഹരണത്തിന് നമ്മൾ പെട്രോൾ അടിക്കുമ്പോൾ തരുന്ന E20 എഥനോൾ കലർന്ന പെട്രോൾ നമ്മുടെ വണ്ടികളുടെ എൻജിൻ കേടാക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ടും 100% പെട്രോളിൻ്റെ പൈസയും വൻ നികുതിയും നമ്മളിൽ നിന്ന് സർക്കാർ വാങ്ങുന്നുണ്ട്. ഒരു സാധാരണ ഇന്ത്യൻ പൗരന്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ ജോലി ചെയ്ത് ശമ്പളം വാങ്ങുമ്പോൾ ഇൻകം ടാക്സ് കൊടുക്കുന്നു. ആ പൈസയും കൊണ്ട് കടയിൽ പോയി സാധനം വാങ്ങുമ്പോൾ GST കൊടുക്കുന്നു. വണ്ടിയിൽ പെട്രോൾ അടിക്കുമ്പോൾ പെട്രോൾ ടാക്സ് കൊടുക്കുന്നു. കുട്ടികളുമായി ബീച്ചിലോ സിനിമയ്ക്കോ പോയാൽ എൻ്റർടൈൻമെൻറ്റ് ടാക്സ് കൊടുക്കുന്നു. ഇങ്ങനെ സർവ്വ മേഖലയിലും നമ്മളെ പിഴിഞ്ഞെടുക്കുന്ന സർക്കാർ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം മറ്റൊരു വ്യക്തിക്ക് കൈമാറുന്ന ഇടപാടിന് കൂടി ഫീസ് ഈടാക്കാൻ അനുവദിക്കുന്നത് വലിയ അനീതിയാണ്. മറ്റൊരു പ്രധാന അപകടം ഡിജിറ്റൽ ഡിവൈഡ് അല്ലെങ്കിൽ സാമ്പത്തിക വേർതിരിവുണ്ടാകും എന്നതാണ്. ഇന്ത്യയിലെ ഗ്രാമീണ മേഖലകളിൽ ദിവസത്തിന് 250 അല്ലെങ്കിൽ 300 രൂപ ദിവസവേതനത്തിന് പണിയെടുക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട്. അവർക്ക് 1 രൂപയും 2 രൂപയും വളരെ വിലപ്പെട്ടതാണ്. ഇത്തരം ഫീസുകളും ചാർജുകളും വരുന്നു എന്ന് കേൾക്കുമ്പോൾ അവർ വീണ്ടും ഡിജിറ്റൽ പേയ്മെന്റിൽ നിന്ന് പിൻവാങ്ങി പഴയതുപോലെ ക്യാഷ് ഉപയോഗിക്കാൻ തുടങ്ങും. ചെറിയ പൈസ ഒഴിവാക്കാൻ സാധാരണക്കാർ ക്യാഷിലേക്ക് മടങ്ങുമ്പോൾ വലിയ തുകയുള്ളവർ മാത്രം ഡിജിറ്റൽ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം വരും. ഇത് ഇത്രയും കാലം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത സമത്വത്തെയും ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയുടെ വേഗതയെയും തകർക്കും. സർക്കാർ ഇവിടെ ചെയ്യേണ്ടത് എന്താണ്? UPI എന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് എന്ന് അവകാശപ്പെടുന്ന ഭരണകൂടം ഈ ഡിജിറ്റൽ വിപ്ലവം നിലനിർത്താൻ ആവശ്യമായ തുക സബ്സിഡിയായി ഈ ആപ്പുകൾക്കോ ബാങ്കുകൾക്കോ നൽകുകയാണ് ചെയ്യേണ്ടത്. രാജ്യത്തെ സാമ്പത്തിക രംഗത്തെ കൂടുതൽ ഊർജ്ജസ്വലമാക്കുന്ന ഒരു സേവനത്തിന് പണം മുടക്കാൻ സർക്കാർ തയ്യാറാകണം. അല്ലാതെ അതിൻ്റെ ഭാരം മുഴുവൻ ജനങ്ങളുടെ പോക്കറ്റിലേക്ക് തള്ളിയിടുകയല്ല വേണ്ടത്. ഇതുകൂടാതെ നിലവിൽ ഡിജിറ്റൽ ട്രാൻസാക്ഷനുകളിൽ ധാരാളം സൈബർ തട്ടിപ്പുകളും ഫ്രോഡുകളും നടക്കുന്നുണ്ട്. സുരക്ഷയുടെ കാര്യത്തിൽ പൂർണ്ണമായ ഉറപ്പ് നൽകാനോ തട്ടിപ്പിനിരയാകുന്നവർക്ക് പണം തിരികെ നൽകാനോ കൃത്യമായ സംവിധാനമില്ലാത്ത സാഹചര്യത്തിൽ ഫീസ് കൂടി ചുമത്തുന്നത് ജനങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിക്കും. പ്രതിപക്ഷത്തോടോ പൊതുജനങ്ങളോടോ ഒരു ചർച്ചയും നടത്താതെ ഇത്തരം തീരുമാനങ്ങളിലേക്ക് കടക്കുന്നത് വലിയ ജനരോക്ഷത്തിന് വഴിവെക്കും. ചുരുക്കത്തിൽ ഇന്ന് വലിയ വ്യാപാരികൾക്ക് മാത്രം അല്ലെങ്കിൽ 2000 രൂപയ്ക്ക് മുകളിൽ മാത്രം എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഈ ഫീസ് പരിഷ്കാരം നാളെ നമ്മൾ ഓരോരുത്തരെയും ബാധിക്കുന്ന ഒന്നായി മാറും. സൗജന്യമായി തന്ന് നമ്മളെ ശീലമാക്കിയ ശേഷം നിരക്കിയിടാക്കുന്ന ഈ കോർപ്പറേറ്റ് തന്ത്രത്തിനെതിരെയും ജനങ്ങളുടെ പോക്കറ്റ് അടിക്കുന്ന നയങ്ങൾക്കെതിരെയും നമ്മൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.